പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. ഹരി, ഉം, എന്താണ് ഒന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ലടോ. ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ. നമുക്ക് ഈ യാത്ര വേണോ ഹരി? എനിക്കെന്തോ പേടിയുണ്ടോ തനിക്ക്? അതല്ല ഹരി, എന്നെ ആരോ പിന്നിൽ നിന്നും വിളിക്കുന്ന പോലെ. ഈ യാത്ര വേണ്ടെന്ന് പറയും പോലെ. അതൊക്കെ തൻ്റെ തോന്നലാണ് ഗൗരി. താൻ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. എന്നാലും ഹരി, നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഓ, അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? താൻ ധൈര്യമായിട്ടിരിക്കെ. ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കാനല്ലേടോ. പിന്നീട് അവൾ ഒന്നും അവനോട് സംസാരിച്ചില്ല. അന്ന് താമസിക്കുവാനായി അവർ ഒരു ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അവിടെയാണ് സ്റ്റേ ചെയ്തത്. അടുത്ത ദിവസം കാലത്തെ തന്നെ നന്ദു അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കി അവർ യാത്ര ആരംഭിച്ചു. കൃത്യം 11 മണിയായപ്പോൾ അവരവിടെ എത്തിച്ചേർന്നു. വിശാലമായ ഒരു വീടിൻ്റെ മുറ്റത്താണ് വണ്ടി വന്ന് നിന്നത്. നന്ദു പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അബിയുടെ എൻഗേജ്മെൻ്റ് ആണ്. സ്ഥലത്തെ ഒരു പ്രമാണിയുടെ മകളെയാണ് അവന് ഭാവി വധുവായി കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങി. ഈശ്വര, അപ്പം കാര്യങ്ങളൊക്കെ സത്യമാണോ ഹരി? ഗൗരി സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. ദേ നോക്ക്, കണ്ടിട്ട് വിശ്വാസമായില്ലേ ഗൗരി? എന്നാലും ഹരി, ഇന്നലെ കൂടി ഈ ദുഷ്ടൻ്റെ മെസ്സേജ് നമ്മൾ കണ്ടതല്ലേ? എന്നോട് ഹരിയെ വിട്ടിട്ട് വാടുമെന്ന് പറഞ്ഞ് എന്തെല്ലാമാ ഇവൻ അയച്ചത്? ശരിക്കും ഈ ചതിയൻ ഒരു പാവം പെണ്ണിനെ കൂടി വഞ്ചിക്കും. ആ, താനിറങ്ങ്, നോക്കാം. രണ്ടാളും കാറിൽ നിന്നിറങ്ങി. നന്ദു ഓടി വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. ഡി ഗൗരി, സുഖാണോ ഡി? സുഖം നന്ദു, നിനക്കോ? ഇങ്ങനെ പോകുന്നടി. നീ വാ, ഹരിച്ചേട്ടാ കയറി വാ. നന്ദു രണ്ടാളെയും ക്ഷണിച്ചു. അബി എവിടെ? ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാ. ചേട്ടൻ വാ, നമുക്ക് കാണാം. നന്ദു അവരെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. അപ്പോഴേക്കും അബിയുടെ അമ്മ വന്നു. ആ മോനെ ഹരി, എപ്പോൾ എത്തി? ദാ വന്ന് കയറിയതേ ഉള്ളമ്മ. അവൻ പറഞ്ഞു മോൻ വരാൻ ഒക്കത്തില്ലായിരിക്കുമെന്ന്. ഏയ്, അതൊക്കെ അവൻ നുണ പറഞ്ഞതല്ലേ. ഞാൻ വരാതിരിക്കുമോ? അത് കേട്ടപ്പോഴവർ അവനെ സ്നേഹത്തോടെ നോക്കി മന്ദഹസിച്ചു. ഗൗരി, മോൾ ഒരുപാട് ക്ഷീണിച്ചു കേട്ടോ. ആ സ്ത്രീ വന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. ആ, ഇവരെ സർപ്രൈസായിട്ട് ഞാൻ അബിയേട്ടന് കാണിച്ചു കൊടുക്കട്ടെ. അതും പറഞ്ഞ് നന്ദു അവരെയും കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പായി. അബിയുടെ റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അവർ കണ്ടു ഒരു ഗ്രീൻ നിറമുള്ള കുർത്തയും അണിഞ്ഞ് നിൽക്കുന്ന അബിയെ. ആരോ വീഡിയോ കോൾ ചെയ്യുകയാണ്. പെട്ടെന്ന് മുൻപിൽ നിൽക്കുന്നവരെ കണ്ടതും അവനൊന്ന് പകച്ചു. ആ, അബിയേട്ടാ, ചേച്ചീനെയാണോ വിളിക്കുന്നത്? ചോദിച്ചുകൊണ്ട് നന്ദു അവനെ കളിയാക്കി. പെട്ടെന്ന് അബി കോൾ കട്ട് ചെയ്തു. ഉള്ളിലെ പരിഭ്രമം ഒളിപ്പിച്ചുകൊണ്ട് അവൻ വേഗം അവരുടെ അടുത്തേക്ക് വന്നു. ഡാ ഹരി, വാട്ട് ഈസ് സർപ്രൈസ് മാൻ? വാടാ, കയറി വാ. അവൻ കാണാതെ നന്ദു ഗൗരിയെ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. അബിയേട്ടാ, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. ഗൗരി അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. അത് പിന്നെ ഗൗരി, ഇന്നെൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അവൻ വിക്കി വിക്കി പറഞ്ഞു. എന്താണ് എന്താണ് അബിയേട്ടൻ പറഞ്ഞത്? ഇന്ന് അബിയേട്ടൻ്റെ എൻഗേജ്മെൻറ്റ്? അപ്പോൾ നന്ദു, നീ പറഞ്ഞത് സത്യമാണോടി? അതെ ഗൗരി, ഞാൻ എന്തിനു നിന്നോട് കള്ളം പറയണം? അല്ല, അബിയേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അതിന് നിനക്കെന്താ വിഷമം? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അബിയേട്ടാ, ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഗൗരി അവനോട് അല്പം ഉറക്കെ പറഞ്ഞു. ഞാൻ എന്തു പറയാനാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ പറഞ്ഞത് സത്യമാണ്. അവൻ വീണ്ടും തകർത്ത് അഭിനയിക്കുകയാണ്. അബിയേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞത് ഹരിയെ കളഞ്ഞിട്ട് എന്നോട് വരാൻ, നമുക്കൊരുമിച്ച് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് താമസിക്കാമെന്ന്? ഒരു വർഷമൊന്നും വെയിറ്റ് ചെയ്യണ്ട, പോരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ, ഈ ഹരിക്കും സമ്മതാണ്. എന്നിട്ടെന്താ ഒന്നും അറിയാത്ത പോലെ? ഗൗരി, തനിക്കെന്താ ഭ്രാന്ത്
വിളിച്ചോ? ഇതെന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അപ്പോഴേക്കും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നു. അത് കണ്ട് അഭിയെ വിയർത്തു. ദേ ഹരി, ഈ ഭ്രാന്ത് വിളിച്ചവളെ കൊണ്ട് നീ ഇറങ്ങിപ്പോകാൻ നോക്ക്, വെറുതെ എൻ്റെ സമയം കളയാതെ. അവൻ വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ലായിരുന്നു. എനിക്കല്ല ഭ്രാന്ത്. ആർക്കാണെന്ന് എന്നെക്കൊണ്ട് പറയിക്കരുത്. നന്ദു, നീ മെസ്സേജൊക്കെ ഒന്നെടുത്ത് നോക്കിക്കേ. ഗൗരി ഫോണെടുത്ത് നന്ദുവിനെ കാണിച്ചു. അഭിയെ വിളറി വെളുത്തു. ഹരി മാത്രം കയ്യും കെട്ടി അഭിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. നന്ദു ഫോണിലെ മെസ്സേജൊക്കെ ആദ്യം കാണുമ്പോൾ എടുത്തു നോക്കി. അപ്പോഴേക്കും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അഭിയുടെ അമ്മയും ഏട്ടനും ഏടത്തിയും ഒക്കെ റൂമിലേക്ക് വന്നു. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? നന്ദുവിൻ്റെ അച്ഛൻ ചോദിച്ചു. നന്ദു അവളുടെ അച്ഛൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഇതെല്ലാം അഭിയേട്ടൻ ഇവ അയച്ച മെസ്സേജാ, അച്ഛൻ നോക്കിക്കേ. അപ്പോഴേക്കും അഭിയുടെ ഏട്ടനും അയാൾക്കരികിൽ വന്നു. മെസ്സേജ് എല്ലാം വായിച്ചു. എന്താ ഇത്? ഇതെന്തായി കാണുന്നതില്ല? അത് പിന്നെ കൊച്ചച്ച, എനിക്കൊന്നും അറിയില്ല. അവൻ കൈമലർത്തി. ഇതൊക്കെ ആരാണ് ഗൗരിക്ക് അയച്ചത്? ഇത് നിന്റെ നമ്പറല്ലേ? അഭിയുടെ ഏട്ടൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. ഏട്ടാ, ഇവളെന്നെ മനഃപൂർവ്വം നാറ്റിക്കാനാണ്. വേറൊരുത്തിൻ്റെ കൂടെ കിടന്ന ഇവളെ ഞാനെന്തിനു ഭാര്യയാക്കണം? കണ്ടവൻ്റെ എച്ചെത്തുന്നതിൻ്റെ കാര്യം എനിക്കില്ല. അതിന് മാത്രം അന്തസ് കെട്ടവനല്ല ഞാൻ. അഭി പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ചെകിട്ടത്ത് ആദ്യത്തെ അടി വീണു. കവളും തിരുമ്മിക്കൊണ്ട് അഭി നോക്കിയതും കണ്ടു സംഹാര രുദ്രയെപ്പോലെ നിൽക്കുന്ന ഗൗരി. എടാ, നീ എന്താടാ പറഞ്ഞത്? കണ്ടവൻ്റെ എച്ചിലോ? ആരാടാ? പറയടാ. നീ കണ്ടവനെന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? ദേ ഈ നിൽക്കുന്ന മനുഷ്യൻ. നിന്നെ ഊണിലും ഉറക്കത്തിലും വിശ്വസിച്ച് ഒരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നവൻ. ഈ പാവത്തിനെ നീ ചതിച്ചു അല്ലടാ? ഓരോ നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കി നീ എൻ്റെ മനസ്സിൽ കയറിക്കൂടാൻ നടക്കുമല്ലായിരുന്നോ? എൻ്റെ ഹരിയെ കളഞ്ഞിട്ട് നിൻ്റെ ഒപ്പം വരാൻ നീ എത്ര തവണ മെസ്സേജ് അയച്ചു? എന്നിട്ട് നീ എന്താടാ ഇപ്പോൾ പറഞ്ഞത്? പറയടാ. നിൻ്റെ ഈ നിൽക്കുന്ന കുടുംബക്കാരോടെല്ലാം പറയും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോടാ? നിനക്ക് പറ്റുമെങ്കിൽ നീ തെളിയിക്ക്. നടന്ന കാര്യങ്ങൾ മുഴുവൻ ആദ്യം മുതലെല്ലാം ഗൗരി അവിടെ നിന്നവരോടൊക്കെ വിശദീകരിച്ചു. ചീറ്റ പുലിയെപ്പോലെ നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഹരി പോലും ഭയപ്പെട്ടു. അല്പനിമിഷം അവിടെ മൗനം തളം കെട്ടി. അഭി, സത്യമാണോ അഭി ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ? അവൻ്റെ അമ്മയാണ്. പറയടാ, എടാ പറയാൻ. അവൻ്റെ ഇരു തോളിലും പിടിച്ച് അവർ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മേ, അത് പിന്നെ എനിക്കൊരബദ്ധം. അഭി പറയും മുന്നേ അവരുടെ അടിയും അവനിട്ട് വീണ് കഴിഞ്ഞു. നീ ഇത്രയ്ക്ക് ദ്രോഹിയാണോടാ? ഈ നിൽക്കുന്ന ഹരിയും ഗൗരിയും നീ ചതിക്കുമായിരുന്നല്ലേ? അതിന് മാത്രം എന്താണ് നിന്നോട് ഇവർ ചെയ്തത്? എന്നിട്ട് നീ ഒന്നും അറിയാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം ചെയ്യാൻ നിൽക്കുന്നല്ലേ? നിനക്കും ഇല്ലടാ ഇവളുടെ പ്രായത്തിലൊരു കൂടപ്പിറപ്പ്. നീ എൻ്റെ മകനാണോടാ? അതും പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു. റൂമിന് വെളിയിൽ നിൽക്കുന്ന പലരും അകത്തേക്ക് നോക്കി താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുകയാണ്. മോനെ ഹരി, അബിയുടെ അമ്മ വന്ന് അവൻ്റെ മുമ്പിൽ കൈകൂപ്പി. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഈ അമ്മ മോനോട് കാല് പിടിച്ച് മാപ്പ് പറയുക. പറഞ്ഞുകൊണ്ടവർ ഹരിയുടെ കാലിലേക്ക് വീഴാൻ പോയതും ഹരി വേഗം അവരുടെ കയ്യിൽ പിടിച്ചു. ഏയ് അമ്മേ, എന്തായി കാണിക്കുന്നത്? അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് തന്നെ കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ കൊടുത്തോളും. അമ്മ വിഷമിക്കണ്ട. ഇതൊക്കെ ഇവിടെ വന്ന് ഒന്ന് അറിയിക്കാൻ തോന്നി, അതുകൊണ്ട് വന്നേ ഉള്ളൂ, ഹരി പറഞ്ഞു. അബിയുടെ ചേട്ടനും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഹരിയോടും ഗൗരിയോടും മാപ്പ് പറയുകയാണ്. അബി തലകുനിച്ച് നിൽക്കുകയാണ്. ഹരി അബിയുടെ അടുത്തേക്ക് വന്ന് അവനെ തോളി തട്ടി. അബി അവനെ ഒന്ന് നോക്കിയിട്ട് വേഗം ദൃഷ്ടി മാറ്റി. എൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ? അതിനുവേണ്ടി നീ എത്രമാത്രം കള്ളങ്ങൾ മെനഞ്ഞു. ഒന്നും അറിയാത്ത ഈ പെൺകുട്ടിയെക്കുറിച്ച്
നീ എത്രയോ നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കി. നീ എന്താടാ വിചാരിച്ചത്? എല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ നിന്നെയും വിശ്വസിച്ച് ഇവളെ വേണ്ടെന്ന് വെച്ചങ്ങ് പോകുന്നു. അതിന് ഈ ഹരി അങ്ങ് മരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ, ഞാൻ അണിയിക്കുന്ന എൻ്റെ താലിക്ക് ഒരവകാശമുണ്ടെങ്കിൽ അതിവളാണ്. അതേടാ, ഈശ്വരൻ എനിക്കായി സൃഷ്ടിച്ചതാണിവളെ, എൻ്റെ നല്ല പാതിയായി. ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നന്ദു അവളുടെ തോളി തട്ടി ആശ്വസിപ്പിച്ചു. എന്തായാലും നിങ്ങൾ തക്ക സമയത്ത് വന്നത് നന്നായി. ഞങ്ങളുടെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടു. പെട്ടെന്നൊരാൾ അകത്തേക്ക് കയറി വന്നു. ഹരിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, എൻ്റെ മകളെയാണ് ഇവനു വേണ്ടി വിവാഹം ആലോചിച്ചത്. നിങ്ങളിപ്പോൾ വന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. മക്കളെ, നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലതേ വരൂ. അയാൾ ഗൗരിയുടെയും ഹരിയുടെയും നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അഭിയെ ദഹിപ്പിക്കുന്ന മട്ടിൽ ഒരു നോട്ടം നോക്കിയിട്ട് അയാൾ ഇറങ്ങിപ്പോയി. പിന്നാലെ ഹരിയും ഗൗരിയും ഇറങ്ങി. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അഭി മാത്രം ആ റൂമിൽ അവശേഷിച്ചു. മടങ്ങുന്ന യാത്രയിൽ ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഒരു ഫീലായിരുന്നു ഗൗരിക്ക്. ഹരിയുടെ കയ്യിലേക്ക് കൈകോർത്തുകൊണ്ട് അവൾ ഇരുന്നു. തുടരും.